സാജിദ് അജ്മൽ കൂടി നമ്മളിപ്പം ചേരുന്നുണ്ട്. ഇതുവരെ എന്ന് പറഞ്ഞാൽ ഏതോ അർത്ഥത്തിൽ ഒരു സമവായത്തിലുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ UDF ക്യാമ്പ് വിശ്വസിച്ചിരുന്നത്. കാരണം പിണറായിക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയ PV അൻവർ ഏറ്റവും അവസാനം മറ്റു വിയോജിപ്പുകളോടൊപ്പം തന്നെ UDF പിന്തുണക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിരുന്നു. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് VD സതീഷിനോട് എതിർപ്പുകളുണ്ടെങ്കിൽ പോലും മറ്റു നേതാക്കൾ അദ്ദേഹത്തിനോട് സമവായത്തിന്റെ രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് സാജിദ്, ചാപ്റ്റർ അടഞ്ഞില്ലേ? തീർച്ചയായും. കാരണം ഇന്നലെ അദ്ദേഹം VD സതീഷിനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിന് ശേഷം KCയിലാണ് പ്രതീക്ഷ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് KC വേണുഗോപാലുമായും ചർച്ച നടന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് KC അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ഇന്ന് ആണ് അത് പൂർണ്ണമായും അടഞ്ഞു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് രാവിലെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് സുഗു നമ്മോട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത്. ഇനി അവരുടെ വാതിൽ പോയി ഞങ്ങൾ മുട്ടാനില്ല, ഈ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളത്. ഇന്ന് വൈകുന്നേരം അൻവർ പറഞ്ഞതും ഇനി ആരുമായിട്ടാണ് ചർച്ച, അങ്ങനെ ചർച്ചയില്ല, ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ, നിലമ്പൂരിലെ ജനങ്ങൾക്ക് വിടുന്നു എന്നുള്ളതാണ്. ഇന്നലെ KCക്ക് വിടുന്നു എന്ന് പറഞ്ഞ് ഇന്ന് ജനങ്ങൾക്ക് വിടുന്നു എന്നുള്ളതാണ്. അതായത് ജനവിധി തേടാൻ അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതോടുകൂടി ഇനി ഈ രീതിയിൽ ഈ പ്രതികരണങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ആളെ എടുക്കണമെന്ന് മുസ്ലിം ലീഗിന് ഈ അൻവറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിലും ഇനി കോൺഗ്രസിന് നിർബന്ധിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് മുസ്ലിം ലീഗും മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇക്കാര്യത്തിലൊരു പ്രതിപക്ഷ നേതാവാണല്ലോ UDFന്റെ UDF ചെയർമാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരിട്ട് വിമർശനം. മാത്രമല്ല ഇത് അൻവറിനെ ഒതുക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുന്നു, പിന്നെ അതിന് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട്, ചില ആസൂത്രണങ്ങളുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ നേരിട്ട് തന്നെ അറ്റാക്കിലേക്ക് വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പോലും എനിക്ക് തോന്നുന്നില്ല ഇനി ആർത്തിൽ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല, അല്ലെ? തീർച്ചയായിട്ടും. ഈ കോൺഗ്രസിന്റെ തന്നെ ഇപ്പോ ഏറ്റവും യുവജന നേതാക്കൾക്ക് വഴങ്ങി കൊടുക്കേണ്ടതില്ല എന്നൊരു ശക്തമായ തീരുമാനമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ അൻവറിനോട് കുറച്ച് സോഫ്റ്റ് കോർണറുള്ള K സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇനി ഈ അൻവറിനെ എടുക്കണമെന്ന് ഒരു തരത്തിലും നിർബന്ധിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗിനും ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇനി അൻവറിന്റെ വഴി UDFന് UDFന്റെ വഴി എന്നുള്ളതാണ്. അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ എന്തായാലും മത്സര രംഗം കുറച്ചുകൂടി കളറാകും, ശക്തമാകും എന്നതിൽ സംശയമില്ല. തീർച്ചയായും. അതായത് മത്സരരംഗത്ത് ഒരു ത്രികോണ മത്സര നടത്തിൽ തന്നെ കാര്യങ്ങൾ. അതാണ് ഇനിയുള്ള ചോദ്യം. അപ്പോ അൻവർ അദ്ദേഹത്തിന്റെ നീക്കം വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ത്രികോണ പോരാട്ടത്തിന്റെ ഒരു പ്രതീതി നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാവില്ലേ അസ്ലം? എന്തായിരിക്കും അതിന്റെ ഒരു സാധ്യതയും അതിന്റെ റിസൾട്ടും എന്താകാനാണ് സാധ്യത? അത് പ്രവചനാതീതം എന്ന് തന്നെ ആദ്യഘട്ടത്തിൽ പറയേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, UDFന് ഒരിക്കലും അത് അനുകൂലം ആയിരിക്കില്ല. കാരണം നമുക്കറിയാം PV അൻവർ ഈ ഒരു കാര്യം, അതായത് PV അൻവർ എന്ന് പറയുന്ന പിന്നെ MLA രാജിവെച്ചതിനെ തുടർന്നുണ്ടായ സാഹചര്യത്തിലാണ് ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ തന്നെ PV അൻവർ UDFനൊപ്പം നിൽക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. സ്വാഭാവികമായിട്ടും UDFന്റെ ഒരു അടിത്തറയുള്ള മണ്ഡലമാണ്. അതിൽ തന്നെ PV അൻവറിന്റെ എഫക്ട് കൂടി ഉണ്ടാകും, ഫാക്ടർ കൂടി ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ സുഖകരമായി തന്നെ വളരെ നല്ല ഭൂരിപക്ഷത്തിലേക്ക് പിന്നെ അൻവർ അല്ലെങ്കിൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ UDFന് കഴിയുമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് സാഹചര്യങ്ങൾ മാറുന്നു. PV അൻവർ UDFുമായി തെറ്റുന്നു. അത് ഒരുപക്ഷെ പരിഹരിക്കപ്പെടുമെന്ന് തോന്നിയ ഘട്ടത്തിൽ നിന്നും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നാളെ ആകുന്ന തരത്തിൽ ചില ഏറെക്കുറെ പരിഹരിക്കപ്പെടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ അത് വലിയ വെല്ലുവിളി ഉയർത്തുക UDFനായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം PV അൻവറിലേക്ക് മത്സരിക്കുമ്പോൾ അതിലേക്ക് പോകുന്ന വോട്ടുകൾ സ്വാഭാവികമായും CPMനെതിരായ വോട്ടുകൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിലേറെക്കുറെ വോട്ടുകളെങ്കിലും നല്ലൊരു ഭാഗം വോട്ടുകളെങ്കിലും കോൺഗ്രസിലേക്ക് വരേണ്ട, UDFിലേക്ക് വരേണ്ട വോട്ടുകളാണ്. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിനോട് ഏതെങ്കിലും അർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ വോട്ടുകൾ കൂടി ശരിക്കും പിന്നെ ഈ PV അൻവറിലേക്ക് പോകും. അങ്ങനെ UDF ക്യാമ്പിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു വെല്ലുവിളിയായിരിക്കും. ഒരു പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സെമി ഫൈനൽ നിലയിൽ വളരെ നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വെല്ലുവിളിയായിട്ടെടുത്ത്, കാരണം PV അൻവർ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയത് UDF സംവിധാനത്തെയാണ്, പ്രതിപക്ഷ നേതാവിനെയാണ്, മാത്രമല്ല ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി എന്ന അർത്ഥത്തിൽ കോൺഗ്രസിനെയാണ്. ആ അർത്ഥത്തിലുള്ള ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഒരു ചലഞ്ചിങ് ആയി മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കായിരിക്കും ഇനി UDF മുന്നോട്ട് പോവുക. പരമാവധി വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ പല പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് സമവായത്തിലുള്ള ശ്രമങ്ങൾ നടത്തി. അതേസമയം അതെല്ലാം തന്നെ പാളിയിരിക്കും.
വ്യക്തമായിരിക്കുന്നു. ഇനി പി വി അൻവറിനെ എതിരെ രാഷ്ട്രീയമായി തന്നെ എതിർക്കൊണ്ടുള്ള ഒരു ശ്രമം നടത്തും. അത് എങ്ങനെയായി തീരും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിനിടയിൽ സി പി എമ്മിനെ സംബന്ധിച്ചോളം സി പി എമ്മിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെല്ലുവിളിച്ചുകൊണ്ട് പി വിയിൽ ഇറങ്ങിയ പി വി അൻവർ ആ ഇലക്ഷനിൽ നടക്കുമ്പോൾ അവിടെ പി വി അൻവറും യു ഡി എഫും രണ്ടായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും സാധ്യത സി പി എമ്മിന് വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയം ഇതുകൂടി പരിഗണിച്ചാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇത് കണ്ടു നിന്ന് ആസ്വദിക്കുന്ന സി പി എം വളരെ കൃത്യമായി തന്നെ ആസൂത്രണത്തോടെ ഒരു സ്ഥാനാർത്ഥിയെ വെക്കുകയാണെങ്കിൽ അതിൽ സി പി എം വിജയിക്കുകയോടെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് പി വി അൻവർ എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല എന്ന കാര്യം കൃത്യമായി തന്നെ പിണറായി വിജയനെ വെല്ലുവിളിച്ചു വന്ന പി വി അൻവർ എന്ന ഫാക്ടർ തന്നെ ഇല്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഒന്ന് പറയാൻ കഴിയും. രണ്ടാമത്തെ കാര്യം കനത്ത തിരിച്ചടികൾ അത്രയും വലിയ പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ വലിയ വെല്ലുവിളികളിലൂടെ സൂചനകളാണ് ഇപ്പോൾ അൻവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അൻവർ സ്വതന്ത്രനായി നിൽക്കുന്ന പക്ഷം ഒരു ത്രികോണ പോരാട്ടത്തിന്റെ ഫീൽ, അതിന്റെ ഒരു പ്രതീതി സ്വാഭാവികമായും നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നു. ഇപ്പോൾ